ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ മൈസൂർ വൃന്ദാവൻ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അടിപൊളിയൊരു ഗാർഡൻ തന്നെയാണ്. അവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ധൻഷു ബേബി ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ അവന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കളിപ്പാട്ടം മേടിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു 3ഓളം കളിപ്പാട്ടം മേടിച്ച് കഴിഞ്ഞു. ഇതൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് വേണ്ടേ. പിന്നെ അത് മാത്രമല്ല, നമ്മളിതുപോലെ യാത്രയ്ക്ക് മുന്നിൽ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളതും പിടിച്ച് നടക്കണം. കുറേ കഴിയുമ്പോൾ നമ്മളെ കയ്യിലായിരിക്കും കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ആൾ അത് കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കുറേ ഐറ്റം നമ്മൾ വാങ്ങിക്കഴിച്ചു. പിന്നെ ഇതാ ചതുര നെല്ലിക്കയും കൂടെ വാങ്ങിക്കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള മറ്റൊരു സാധനം വൃന്ദാവനാണ് ഗൈസ്. നമ്മുടെ സ്വന്തം പിള്ളേരാണ്. ഈ ഇൻട്രോയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിവിശാലമായൊരു ഏരിയ തന്നെയാണിത്. ഇവിടെ വരാത്തവർ തീർച്ചയായും ഇവിടെ വരിക കേട്ടോ. കാരണം അത്രയും അതിമനോഹരമായൊരു കാഴ്ചയാണ്. നമുക്കിവിടെ ഫോട്ടോസായാലും വീഡിയോസായാലും എടുക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി 6:30 ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഫസ്റ്റ് ലൈറ്റ് ഷോ ആരംഭിക്കുന്നത്. മൈസൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൂന്തോട്ടമാണ് വൃന്ദാവൻ ഗാർഡൻ. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണരാജ സാഗർ അണക്കെട്ടിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ കുറേയൊക്കെ ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, നമ്മുടെ ടീമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓരോരോ കളികളൊക്കെ അവർ കളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ബബിൾ ഉണ്ടാക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഞാനിതുപോലെ എയറിലേക്ക് പറത്തി വിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധൻഷു ബേബി അതിനെ ടിപ്പർ കൊണ്ടൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വെള്ളത്തിലേക്ക് ആക്കുമ്പോൾ കറക്റ്റ് ആ ക്യാമറയിൽ അത് കാണുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്തേക്കൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തീരെ വയ്യായിരുന്നു. നടന്ന് എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഈവനിങ് ആയപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ നടന്നു പോകുന്നത് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ലൈറ്റ് ഷോ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നല്ല തിരക്കാണ്. ലൈറ്റ് കത്തുന്ന പീടികയിലാണ് നമ്മളുള്ളത്. ഈ അണക്കെട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റോട് നോക്കുമ്പം നല്ല വിശാലമായി കിടക്കുന്ന അണക്കെട്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നിങ്ങളുടെ ബ്ലോഗർ எப்படி இருக்கனா? சௌக்கியமா? சௌக்கியம் தான். நீ எப்படி இருக்க? நானும் சௌக்கியம் தான். ധാരയിലമ്മ ബെല്ല ക്രിസ്ത്യാനന്റെ ഇടങ്ങയാണ്. എല്ലാവരും ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന തിരക്കിലാണ് കേട്ടോ. ലൈറ്റ് ഷോൻ്റെ തന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചധികം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മക്കളെ നോക്ക്.